എഴുന്നേക്കടാ. അല്ല സാർ. എഴുന്നേക്കാൻ. എന്റെ മുമ്പിൽ നീ ആളാവുന്നു. മാനേജറുടെ സീറ്റിൽ കയറിയിരിക്കാൻ ആര് പറഞ്ഞടാ നിന്നോട്? സർ, ഞാൻ തന്ന ടെർമിനേഷൻ ലെറ്റർ എന്നെ തന്നെ കാണിക്കുന്നു. സ്മോൾ അടിച്ചിട്ടുണ്ടോ നീ? ഇത് സാർ തന്ന പിരിച്ചുവിടൽ നോട്ടീസ് അല്ല, പിന്നെ പുതിയ അപ്പോയിന്റ്മെന്റ് ഓർഡറാ. സാറ് നോക്കണം. ഞാനിപ്പോ അക്കൗണ്ടന്റ് അല്ല, മാനേജറാ. പുതിയ പോസ്റ്റ്, പുതിയ സാലറി. പുതിയ പോസ്റ്റ് കാണിച്ചിട ഞാൻ. ഇരിക്കേട്ടാ. ഇരുത്താൻ നോക്കണ്ട എന്നെ. സജീവനെ ഞാൻ പിരിച്ചുവിട്ടതാണെന്ന് നന്ദനയ്ക്കറിയില്ലേ? പിന്നെ എന്തും മാനദണ്ഡം വെച്ചിട്ട് അവനെ തിരിച്ചെടുത്തത്? പിരിച്ചുവിട്ടത് എന്ത് മാനദണ്ഡം വെച്ചായിരുന്നു? അതിന് എന്റേതായ കാരണങ്ങൾ കാണും. അപ്പൊ തിരിച്ചെടുത്തതിനും കാരണങ്ങളുണ്ട്. അതെന്താണെന്നാ എനിക്കറിയേണ്ടത്. അയാള് ജോലിയിൽ എഫിഷ്യന്റ് ആണെന്ന് തോന്നി, അത് തന്നെ. ഓ, അവൻ ചെറുപ്പമാണല്ലോ, എഫിഷ്യന്റ് ആണെന്ന് തോന്നും. ചെറുപ്പക്കാരികളായ സെയിൽസ് ഗേൾസിനെയും റിസപ്ഷനിസ്റ്റിനെയും മറ്റും യതിയേട്ടൻ നിയമിച്ചത് എന്ത് എഫിഷ്യൻസി കണ്ടിട്ടാ? സ്വന്തം കാഴ്ചപ്പാടും താല്പര്യങ്ങളും എന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. അതിസാമർഥ്യം വേണ്ട. നന്ദനെ കാണിച്ചത് ധിക്കാരമാ. എന്നെ ഓവർടേക്ക് ചെയ്ത് ഞാൻ പിരിച്ചുവിട്ട ഒരാളെ തിരിച്ചെടുക്കുക, അതും പ്രമോഷനോടുകൂടി. എനിക്ക് സപ്പോർട്ട് ചെയ്തു എന്ന ഒരൊറ്റ കാരണത്താൽ സജീവിനെ ഡിസ്മിസ് ചെയ്തതാണ് തെറ്റായ പ്രവൃത്തി. എന്നോടൊന്ന് ആലോചിക്കായിരുന്നു. ആലോചിക്കാൻ നീ ആരാ? നീയോ? അങ്ങനെ വിളിക്കാൻ യതിയേട്ടനാരാ? ബന്ധം വെച്ചാണെങ്കിൽ നിങ്ങൾ എന്റെ അനിയന്, ചേട്ടത്തിയമ്മ എന്നാണ് വിളിക്കേണ്ടത്. ഇനി പൊസിഷൻ വെച്ചാണെങ്കിൽ കുന്നത്തോരെ ഉദയവർമ്മയുടെ പവർ ഓഫ് അറ്റോർണിയാണ് ഞാൻ. അധികം വാചകം വേണ്ട. സജീവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. ബുദ്ധിമുട്ടാണ് നന്ദനെ. തക്കതായ കാരണമില്ലാതെ വ്യക്തിവൈരാഗ്യം വെച്ച് ഒരാളെ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. എന്നെ തോൽപ്പിച്ചടങ്ങുന്നാണോ? അങ്ങനൊരു ഉദ്ദേശം എനിക്കില്ല. ഇനി എന്നെ തോൽപ്പിക്കാൻ നോക്കിയാ അത് നടക്കില്ല. താനും തന്നെത്താൻ തോറ്റുപോകും. വേറെ എന്തെങ്കിലും? സമയം പോകുന്നു. അമ്മ ഒരു തീർപ്പ് കൽപ്പിക്ക്. കഴിഞ്ഞൊരു രാത്രിയിൽ ഇവിടെ ചില തീർപ്പും തിമിർപ്പും ഒക്കെ ഞാൻ കണ്ടതാ. എന്തായിരുന്നു പ്രകടനം? തെറ്റുപറ്റിപ്പോയെന്നും ക്ഷമിക്കണമെന്നും ഒക്കെ പറഞ്ഞത് നീയല്ലേ? പോരാത്തതിന് ഭാര്യക്കിട്ടൊരു തല്ലും. അത് നിന്റെ മറ്റൊരു തട്ടിപ്പായിരുന്നു അല്ലേ യതീന്ദ്ര? അല്ല അമ്മ, അങ്ങനെ കരുതണ്ട. എനിക്ക് ശരിക്കും വീണ്ടും വിചാരം ഉണ്ടായതാ. പക്ഷേ പിന്നെ നന്ദൻ എന്റെ തലയ്ക്ക് മുകളിൽ കയറി നിരങ്ങാൻ തുടങ്ങിയ വക വെച്ച് തരില്ല ഞാൻ.
എന്റെ ഭാഗത്ത് നിന്ന് അത്തരം പ്രവൃത്തി ഉണ്ടായിട്ടില്ലമ്മേ. പിന്നെ യതിയേട്ടൻ പറഞ്ഞു വിട്ട സ്റ്റാഫിനെ നന്ദന തിരിച്ചെടുത്തതോ? അത് മിനിറ്റുകൾക്കുള്ളിൽ. അത് അവിടുത്തെ അക്കൗണ്ടന്റോ അറ്റൻഡറോ സ്വീപ്പറോ എന്നുള്ളതല്ല പ്രശ്നം. അത് പ്രശ്നമാണ്. ഒരു അറ്റൻഡർക്കോ സ്വീപ്പർക്കോ ഉള്ള ഉത്തരവാദിത്തമല്ല ഒരു അക്കൗണ്ടന്റിന് സ്ഥാപനത്തിലുള്ളത്. പ്രത്യേകിച്ച് ബിസിനസ് സ്ഥാപനങ്ങളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഓവർ ടൈം ചെയ്താണ് സജീവ് കള്ളക്കണക്കുകളുടെ വലിയൊരു ഫയൽ എന്റെ മുമ്പിലേക്ക് ഇട്ടു തന്നത്. അത് കള്ളക്കണക്കുകളാണെന്ന് നന്ദനയോട് ആരാ പറഞ്ഞത്? മനസ്സിലായില്ലേ നിനക്ക്? മിസ്റ്റർ സജീവ് രാമൻ, സത്യസന്ധനായ യുവ അക്കൗണ്ടന്റ്. കണക്കുകൾ ശരിയാണോ അല്ലേന്നുള്ളത് ഇവിടെ മറ്റുള്ളവർക്കും ബോധ്യപ്പെട്ടതാണ്. ഇനി അതല്ല എല്ലാം സത്യമാണെങ്കിൽ യതീന്ദ്രനൊന്ന് തെളിയിക്കേ. അല്ലെങ്കിൽ കാർത്തിക തെളിയിച്ചാലും മതി. ഓരോ ജീവനക്കാരനും ആത്മാർത്ഥമായി ജോലി ചെയ്തെങ്കിലേ ഒരു കച്ചവട സ്ഥാപനത്തിന് മേൽഗതി ഉണ്ടാകൂ. മൊഴിമുത്തുകളാ, നോക്കി നിൽക്കാതെ ഒരു പേനയും പേപ്പറും എടുത്ത് കുറിച്ചു വെക്കടേ. കുറിച്ചു വെക്കുന്നതുകൊണ്ടേ ദോഷമൊന്നുമില്ല. ഇത്ര നാളും ബിസിനസ് നടത്തിയിട്ട് യതീന്ദ്രന് തിരിച്ചറിവില്ലാത്ത ഒരു കാര്യമാ നന്ദന പറഞ്ഞത്. തൊഴിലിനോട് നീതി പുലർത്തുന്ന ഒരു സ്റ്റാഫിനെ ശിക്ഷിച്ചാൽ അത് മറ്റ് ജീവനക്കാരുടെ ആത്മാർത്ഥതയെ ബാധിക്കും. പുറമെ കാണിച്ചില്ലെന്ന് വരും, പക്ഷെ അവരിത് മനസ്സിൽ കൊണ്ട് നടക്കും. ഭാവിയിൽ കമ്പനിക്കാണ് അതിന്റെ ദോഷം. അതുകൊണ്ടാണ് ഞാൻ സജീവനെ തിരിച്ചെടുത്തത്. അക്കൗണ്ടന്റ് ആയിരുന്നു ഒരുത്തനെ മാനേജർ ആക്കിയതോ? അതിന്റെ ന്യായം എന്താ? യതിയേട്ടനെ ഒന്ന് താഴ്ത്തി കെട്ടണം, അല്ലാതെന്താ? അല്ല, ആ ചെറുപ്പക്കാരൻ കമ്പനിയോട് കാണിച്ച കടപ്പാടിനുള്ള ഒരു അംഗീകാരം, ഒരു റിവാർഡ്. അതാണ് മാനേജർ പോസ്റ്റിലേക്കുള്ള പ്രമോഷൻ. അയാൾ അതിന് അർഹനാണ് താനും. പക്ഷെ എന്നോടൊരു വാക്ക് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ അത് നന്ദന കാണിച്ചില്ല. എനിക്കതിന് എക്സ്പ്ലനേഷൻ കിട്ടണം. ഓക്കെ, ശരിയാണ്. എന്റെ ഒരു സംശയത്തിന് മറുപടി തരണം. സജീവിനെ തിരിച്ചെടുക്കാൻ ഞാൻ പെർമിഷൻ ചോദിച്ചിരുന്നെങ്കിൽ യഥേട്ടൻ സമ്മതിക്കുമായിരുന്നു. സമ്മതിക്കുമായിരുന്നോ? പറയൂ. ചോദിച്ചില്ലല്ലോ നന്ദന, പിന്നെന്തിനാ അത് റിവൈൻഡ് ചെയ്യുന്നത്? ഒരിക്കലും യതിയേട്ടന് അനുവദിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ചോദിച്ച് കൂടുതൽ മുഷിയുന്നതിലെ കാര്യമില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഏകപക്ഷീയമായ ഡിസിഷൻ എടുത്തു. ഉത്തരവ് സ്വന്തം കൈകൊണ്ട് ടൈപ്പ് ചെയ്ത് പുറത്തിറക്കി. സ്റ്റാർ ഓഫ് ദി ഡേ. അവിടെയാണ് യതീന്ദ്രന് തെറ്റിയത്. നന്ദനെ ഏകപക്ഷീയമായി തീരുമാനിച്ചല്ല ആ പയ്യനെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ചത്. എന്റെ അഭിപ്രായം കൂടി ചോദിച്ചിട്ടാ. അഥവാ ചോദിച്ചില്ലെങ്കിലും നന്ദനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ അങ്ങനെ പറയുമെന്ന് ആർക്കാ അറിയാത്തത്? നന്ദനെ രക്ഷിക്കാനോ? അപ്പോ അവളെ ശിക്ഷിക്കണമെന്നാണോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഉദയന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാ നന്ദന ഓഫീസിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ചേട്ടന്റെ ശരിയായ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നെന്ന് നീ തീരുമാനിച്ചാ മതി. ഓ, നന്ദനെ ഇനി ഞാൻ ഉദയേട്ടൻ എന്ന് വിളിക്കണോ? ഇത്രയും പ്രലോഭനം ഉണ്ടാകാൻ മാത്രം എന്താണ് സംഭവിച്ചെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് അതല്ലേ ഉണ്ടായുള്ളൂ. നന്ദനയ്ക്കത് ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കാം, പക്ഷേ ഞങ്ങൾക്കത് വലിയ ഇൻസൾട്ടിങ്ങാ. ഇതുവരെ ഞാൻ രാജാവായി നിന്ന സ്ഥലവാത്. ഇന്നലെ സഹരാജാവായി, പിന്നെ ഉപരാജാവായി. നാളെയോ? നന്ദനയുടെ ഈ അതിസാമർഥ്യം വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും? എന്ത് ചെയ്താലും വേണ്ടില്ല, ഒരേ സ്ഥാപനത്തിൽ നന്ദനയുമായി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്ന് കരുതി എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങി പോവാനും ഉദ്ദേശിക്കുന്നില്ല. ശരിക്കും ആലോചിച്ചിട്ടാണോ യതി ഇതൊക്കെ പറയുന്നത്? അതെ. എന്നാലേ എനിക്കും ഉണ്ടൊരു തീരുമാനം പറയാൻ. ഇനി കൂട്ടു ബിസിനസ് വേണ്ട. ബിസിനസ് ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ മുഴുവൻ സ്വത്തും ഭാഗം വയ്ക്കാൻ പോവാ ഞാൻ.
ആസ്തിയും കണക്കാക്കി ഏട്ടനും അനിയനും കൂടി ഓഹരി വെച്ച് തന്നേക്കാം. തുടർന്ന് നടത്തുകയോ വിറ്റ് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും അയക്കോ. അമ്മേ, വെറുതെ പറയുന്നതല്ല ഞാൻ. എന്തിനാ ഈ വയസ്സാം കാലത്ത് എന്നും തലവേദനയും കൊണ്ട് നടക്കുന്നത്? എന്നാ പിന്നെ ഉദയേട്ടൻ വരട്ടെ, ബാക്കി അപ്പം ആലോചിക്കാം. വാ. അമ്മ പെട്ടെന്ന് കയറി സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരാവേശത്തിന് പ്രഖ്യാപിച്ചതായിരിക്കും. ഇനി മനസ്സ് മാറുന്നതിന് മുമ്പ് ഷെയർ ചെയ്യിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. യതിയേട്ടന്റെ അറിവിൽപ്പെടാതെ വേറെ സ്വത്തൊന്നും കോവിലകത്തിൻ്റെതായി ഇല്ലല്ലോ. നിങ്ങളുടെ അച്ഛന്റെ വകയോ അങ്ങനെ വല്ലതും? ഇല്ല. ഈ വീടും സ്ഥലവും യതിയേട്ടനായിരിക്കും. അങ്ങനാണല്ലോ കീഴ്വഴക്കം. മൂത്ത മകൻ കുടുംബവുമായി വേറെ വീട് വെച്ച് മാറുക. തറവാട് ഏറ്റവും ഇളയാൾക്ക്. കാർത്തിക ഇപ്പോഴേ ഓരോന്ന് ഫിക്സ് ചെയ്യണ്ട. ഫിക്സ് ചെയ്തതല്ല, നമുക്കൊരു ധാരണ വേണം. നിങ്ങളുടെ അമ്മയാ പാർട്ടി, പക്ഷഭേദത്തിന്റെ ഹെഡ് ഓഫീസർ. പോരാത്തതിന് പ്രൈവറ്റ് സെക്രട്ടറിയായി നന്ദനയാ കൂടെ. നമ്മുടെ കാര്യം നമ്മൾ നോക്കിയേ പറ്റൂ. ആര് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിന്നാലും കുടുംബസ്വത്തിൽ അർഹതപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. കുന്നത്തൂർ കോവിലകത്തിന്റെ പ്രൗഢിയും പാരമ്പര്യവും ഒക്കെ ആര് വേണമെങ്കിലും എടുത്തോട്ടെ. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രധാന അട്രാക്ഷൻ ഇവിടുത്തെ ബിസിനസ്സാ. അത് വിട്ടുകൊടുക്കരുത് എരിയട്ടെ. എന്ത് വില കൊടുത്തും ടെക്സ്റ്റൈൽസും ടൂറിസ്റ്റ് ഹോമും നമുക്ക് നേടിയെടുക്കണം. നേടിയെടുക്കണം എന്ന് പറഞ്ഞാൽ അമ്മ തരണ്ടേ കാർത്തികേ? പിടിച്ചു വാങ്ങിക്കാൻ പറ്റുമോ? ഇത് കുടുംബസ്വത്തിന്റെ ഭാഗം വയ്പ, ഗുണ്ടായിസം കാണിക്കാനുള്ള സ്ഥലമല്ല. നമ്മളെ കുപ്പിയിലിറക്കിയിട്ട് സ്വത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൈക്കലാക്കുന്നതല്ലേ ഗുണ്ടായിസം? എരിയട്ട, നമ്മൾ തമ്മിൽ വെറുതെ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാ നേരത്തെ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ നഷ്ടത്തിലാവും. നമ്മളെ സഹായിക്കാൻ നമ്മളെ ഉള്ളൂന്ന് ഓർക്കണം. പ്രതാപേട്ടന്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചാലോ? ഇനിയിപ്പോ അതിനും കമ്മീഷൻ വേണമെന്ന് പറയൂ. എന്തായാലും ചോദിക്ക്. ചാണക്യന്റെ ബുദ്ധിയിൽ നിന്ന് നമുക്ക് ഗുണമുണ്ടാവുന്ന എന്തെങ്കിലും വീണ് കിട്ടിയാൽ. വണ്ടിക്ക് മാറ്റി നിർത്തിയേ. കാർത്തിയാണോ? യതീന്ദ്രനാ? ആ പറ. ഷെയറോ? കേക്കട്ടെ കേക്കട്ടെ കേക്കട്ടെ. അത് ശരി. അപ്പൊ അതാണ് കാര്യം. അമ്മ പ്രതാപേട്ടനെ വിളിച്ച് അഭിപ്രായം വല്ലതും ചോദിച്ചോ? ഇല്ല. കുന്നത്തൂർ കോവിലകത്ത് ഇത്രയും പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ആലോചന ഉണ്ടെങ്കിൽ അമ്മായി എന്നെ വിളിക്കേണ്ടതാണ്. പക്ഷെ അവർ വിളിച്ചില്ല, മറന്നു. ഇപ്പം മനസ്സിലായല്ലോ യതീന്ദ്ര നിന്റെ അമ്മയുടെ തനിനിറം. പക്ഷേ നീ എന്നെ മറന്നില്ല. അതുകൊണ്ട് ഞാൻ ഫോർമുല പറയാം. 1, വിട്ടുകൊടുക്കാതിരിക്കുക. 2, പിടിച്ചെടുക്കേണ്ടി വന്നാൽ പിടിച്ചെടുക്കുക. 3, അടിച്ചിരുത്താനാണെങ്കിൽ അതും ചെയ്യുക. 4, ഒന്നും നടക്കില്ല എന്ന് കണ്ട മൊത്തം
തങ്കിട അലമ്പാക്കുക. ആ മനസ്സിലായോ നിനക്ക്? അപ്പൊ ശരി. ശരി. ഉദയ, നീ വരുന്നത് നോക്കി ഇരിക്കെ എവിടെ എല്ലാവരും. ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. നിക്കേ, ഇത് കേട്ടിട്ട് പോ. എനിക്കിനി കാത്തു വെച്ചോണ്ടിരിക്കാൻ വയ്യ. നീ ഇരിക്കെ. ഒരു 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ, ഇരിക്കേ. കുന്നത്തൂർ ടെക്സ്റ്റൈൽസ്, ടൂറിസ്റ്റ് ഹോം, കൺസ്ട്രക്ഷൻ കമ്പനി, പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇത്രയുമാണ് ഈ കുടുംബത്തിൻ്റെതായ പ്രധാന ആസ്തികൾ. അപ്പൊ ഈ വീടും സ്ഥലവും അതിന്റെ കാര്യം എന്താ പറയാത്തത്? വീട് ബിസിനസ് സ്ഥാപനമാണോ? വരുമാനം കിട്ടുന്ന സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രോപ്പർട്ടീസിന്റെ പട്ടിക വായിച്ചു കേൾപ്പിക്കാനാണോ പിടിച്ചിരുത്തിയത്? ഈ രാത്രി തന്നെ വേണോ അത്? നിങ്ങളുടെ സ്വത്ത് വീതിച്ചു തരാൻ പോവാ ഞാൻ. അതിനാ ലിസ്റ്റ് പറഞ്ഞത്. അതിനോട് ആരാ സ്വത്ത് ചോദിച്ചത്? ചോദിക്കുന്നതിന് മുമ്പ് ഓഹരി വെച്ചുകൂടാന്നുണ്ടോ? ഞാൻ ചോദിച്ചിട്ടല്ല, എന്നെ നോക്കണ്ട. എല്ലാം അമ്മയുടെ തീരുമാനമോ? ഞാൻ മനസ്സിലുദ്ദേശിക്കുന്നത് പറയാം. കുന്നത്തൂർ ടെക്സ്റ്റൈൽസ്, ടൂറിസ്റ്റ് ഹോം, കൺസ്ട്രക്ഷൻ കമ്പനി, ഇതും 3 യതീന്ദ്രന്. ശിവക്ഷേത്രത്തിന് മുമ്പിലുള്ള 4 ഏക്കർ ഭൂമി ഉൾപ്പെടെ ഉദയന്. പോരാത്തതിന് ഷോപ്പിംഗ് കോംപ്ലക്സും നിനക്ക്. പിന്നെ ഈ വീടും സ്ഥലവും അതെന്റെ പേരിലായിരിക്കും. അമ്മയുടെ പേരിലോ? അതെ. എനിക്കും വേണ്ട എന്തെങ്കിലും സ്വന്തമായിട്ട്. മരിക്കുന്നതിന് മുൻപ് ഇഷ്ടദാനമായി നിങ്ങളിൽ ആർക്കാണെന്ന് വെച്ചാ ഞാനത് എഴുതി തന്നിരിക്കും. ബാങ്കിൽ എന്റെ പേരിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. എത്ര രൂപയുണ്ടമ്മേ? തുകയൊക്കെ പിന്നെ പറയാം. അതിന്റെ അവകാശവും ഇപ്പൊ ആർക്കും എഴുതി തരാൻ ഉദ്ദേശിക്കുന്നില്ല. സമയാവുമ്പോ തീരുമാനിക്കാം. Yeah.